പാലക്കാടും വയനാടും വൻ വിജയമാണെങ്കിലും ചേലക്കരയിലെ തോൽവി കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ചേലക്കരയിൽ തന്റെ കണക്ക് തെറ്റിയെന്ന് പ്രതിപക്ഷ നേതാവും പരാജയം മുന്നറിയിപ്പാണെന്ന് കെ മുരളീധരനും പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിന് എതിരെ പ്രാദേശിക തലത്തിലും എതിർപ്പ് ശക്തമായി. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ രൂക്ഷ വിമർശനമാണ് പ്രാദേശിക നേതാക്കളിൽ നിന്ന് രമ്യ ഹരിദാസിനെതിരെയും നേതൃത്വത്തിനെതിരെയും ഉയരുന്നത്. നേതൃത്വം കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണമായിരുന്നുവെന്ന് മണ്ഡലം കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നേതാക്കൾ തുറന്നടിച്ചു. രമ്യ ഹരിദാസിനെതിരെയും വിമർശനം. ചേലക്കരയിൽ തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നു സമ്മതിച്ചു. ഞങ്ങൾ ജയിക്കുമെന്ന് കരുതിയ ഒരാളാണ് ഞാൻ പറയാം. എന്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചേലക്കരയിൽ. ഞാനത് സമ്മതിച്ചല്ലോ. ഞാനൊരു 3000 വോട്ടിന്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനുള്ള മുന്നറിയിപ്പെന്ന് കെ മുരളീധരൻ. ചേലക്കരയിൽ നല്ല വർക്ക് ഇത്തവണ നടന്നിരുന്നു. ആ വർക്കിനനുസരിച്ച് റിസൾട്ട് ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ പരിശോധിക്കും. ഈ വിജയത്തിനോടൊപ്പം തന്നെ വാണിംഗും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ചേലക്കരയിലെ ഒരു വാണിംഗ് ആണ്. എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നാലും കോൺഗ്രസിന്റെ നയവും നിലപാടുമാണ് മണ്ഡലത്തിൽ ചർച്ചയാവുകയെന്നും UR പ്രദീപ് 24നോട് പറഞ്ഞു. കോൺഗ്രസ് എങ്ങനെ ഏത് സ്ഥാനാർത്ഥി വന്നാലും അവർ ഇന്നലെ വരെ കൈകാര്യം ചെയ്ത രീതി, അവരുടെ നയങ്ങൾ, ഇതെല്ലാം തന്നെയാണല്ലോ ജനം പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചപ്പോൾ മെച്ചപ്പെട്ടത് ഇവിടെ ഇടതുപക്ഷം തന്നെയാണ്. ചേലക്കര തോൽവിയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനടക്കം പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ഒരു വിഭാഗം പ്രാദേശിക നേതാക്കൾ. 24 ചേലക്കര.